CMRL-ന് കരിമണൽ ഖനന കരാർ ലഭിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടുവെന്ന് മാത്യു കുഴൽനാടൻ MLA. CMRL-ന് അനുകൂലമായി വ്യവസായ നയ ഉത്തരവിൽ സർക്കാർ മാറ്റം വരുത്തി. മുഖ്യമന്ത്രി CMRL-ന് ചെയ്തു കൊടുത്ത സേവനങ്ങൾക്കാണ് വീണ വിജയന് മാസപ്പടി ലഭിച്ചത്. മാസപ്പടി കേസിൽ യഥാർത്ഥ കുറ്റക്കാരൻ മുഖ്യമന്ത്രിയാണെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. കരിമണൽ ഖനന കരാർ ലഭിക്കാൻ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് പിന്നാലെ മകൾ വീണയുടെ അക്കൗണ്ടിലേക്ക് CMRL പണം നൽകിയെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. മാധ്യമങ്ങളും സമൂഹവും മുഴുവൻ പ്രതികൂട്ടിൽ നിർത്തിയിരിക്കുന്നത് വീണ വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളെയാണ്. I would beg to differ on that point. I would say actually ഇതിലെ culprit എന്ന് പറയുന്നത് മുഖ്യമന്ത്രി himself ആണ്. മുഖ്യമന്ത്രി തന്നെയാണ്. MG പ്രതീഷ് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പ്രതീഷ്, എന്തൊക്കെ ആരോപണങ്ങളാണ് മാത്യു കുഴൽനാടൻ ഉന്നയിച്ചത്? വേണു, പ്രധാനമായും ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട നേരത്തെ വീണ വിജയനും ഒപ്പം എക്സാലോജിക് കമ്പനിക്കുമെതിരെയായിരുന്നു മാത്യു കുഴൽനാടന്റെ ആരോപണം. എന്നാൽ ഇത് ഒരു പടി കൂടി കടന്ന മുഖ്യമന്ത്രിക്ക് ഈ കേസിൽ നേരിട്ട് ബന്ധമുണ്ട് എന്നതാണ് മാത്യു കുഴൽനാടൻ പ്രധാനമായും ആരോപിക്കുന്നത്. കാരണം ഈ മാസപ്പടി ലഭിക്കാൻ തന്നെ കാരണം മുഖ്യമന്ത്രി CMRL-ന് നൽകിക്കൊടുത്ത സേവനങ്ങളും ഒപ്പം CMRL-ന് അനുകൂലമായി സ്വീകരിച്ച നിലപാടുകളുമാണ് വീണ വിജയന്റെയും എക്സാലോജിക്കിന്റെയും അക്കൗണ്ടിൽ പണമെത്താൻ കാരണമെന്നതാണ് മാത്യു പ്രധാനമായും ആരോപിക്കുന്നത്. ഈ CMRL കമ്പനിക്ക് കരാർ ലഭിക്കുന്നതിന് വേണ്ടി CM പലതവണ ഇടപെട്ടു. 2004 ആദ്യമായി CMRL-ന് UDF സർക്കാരിന്റെ കാലത്ത് കരാർ അനുവദിക്കുന്നത്. 4 ലീസുകളാണ് അനുവദിച്ചിരുന്നത്. എന്നാൽ അത് 10 ദിവസത്തിനുള്ളിൽ തന്നെ ആ കരാർ റദ്ദാക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായി. ഇതിന് പിന്നാലെ തന്നെ ഈ കരാർ തിരിച്ചുപിടിക്കാനുള്ള ഒരു പരിശ്രമമായിരുന്നു CMRL-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എത്തിയിരുന്നു. അന്നൊക്കെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അനുകൂലമായ നിലപാടാണ് പ്രധാനമായും സ്വീകരിച്ചത്. 2016 മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരം ഏറ്റെടുത്ത ശേഷമാണ് വീണ വിജയന്റെ അക്കൗണ്ടിലേക്കും എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്കും പണം എത്തിയത്. വീണ വിജയന് മുഖ്യമന്ത്രി അധികാരം ഏറ്റെടുത്ത ശേഷം 6 മാസത്തിനുള്ളിൽ ഓരോ മാസവും 5 ലക്ഷം രൂപ വീതം വീണ വിജയന്റെ അക്കൗണ്ടിലെത്തി. ഇത് ഈ കരാർ ലഭിക്കുന്നതിന് വേണ്ടിയാണ് എന്നതാണ് പ്രധാനമായും മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നത്. ഇതിനു വേണ്ടി വ്യവസായ നയ ഉത്തരവിലടക്കം സർക്കാർ തിരുത്തൽ വരുത്തിയെന്ന് പറയുന്നുണ്ട്. കാരണം ഇംഗ്ലീഷിൽ പുറത്തിറങ്ങിയ ഉത്തരവിലും ഒപ്പം മലയാളത്തിൽ പുറത്തിറങ്ങിയ ഉത്തരവിലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതിലെ ചില പരാമർശങ്ങൾ CMRL കമ്പനിക്ക് അനുകൂലമാണ് എന്നതാണ് മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മൈനിങ് ആൻഡ് ജിയോളജി ഉദ്യോഗസ്ഥരും ഒപ്പം വ്യവസായ വകുപ്പിലെ ഉദ്യോഗസ്ഥരും അടക്കം കൃത്യമായൊരു നിലപാട് ഈ ഫയലിൽ സ്വീകരിച്ചപ്പോൾ ഈ ഫയൽ മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചു വരുത്തുകയും ഈ ഫയൽ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ മറ്റു വകുപ്പുകളിലെ ഒരു ഫയൽ മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചു വരുത്തുകയും പരിശോധിക്കുകയും റിവ്യൂ ചെയ്യണമെങ്കിൽ അതിൽ കൃത്യമായൊരു ഉദ്ദേശം ഉണ്ടാകുമെന്നും മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ കരാർ റദ്ദാക്കുന്ന സാഹചര്യത്തിൽ സുപ്രീം കോടതി വിധി പ്രകാരം വേണമെങ്കിൽ സർക്കാരിന് ഒരു വിജ്ഞാപനം പുറത്തിറക്കി ഈ സ്ഥലം സർക്കാരിന് ഏറ്റെടുക്കാമായിരുന്നു. പക്ഷേ ഇതൊന്നും തന്നെ ചെയ്യാതെ തൽസ്ഥിതി തുടർന്നുകൊണ്ട് ഈ ഫയലിൽ ജീവൻ വയ്പ്പിക്കുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ അതിനുതകുന്ന ഒരു സമീപനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതിന് പ്രതിഫലമായാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കും എക്സാലോജിക് കമ്പനിക്കും മാസപ്പടിയായി പണം നൽകിയതെന്ന് മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നുണ്ട്. ഇതിൽ കൃത്യമായൊരു മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പറയണം. താൻ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുന്ന ഘട്ടത്തിൽ സ്പീക്കർ ഉൾപ്പെടെ ഇടപെട്ടു. ജനാധിപത്യം കശാപ്പ് ചെയ്യുന്ന ഒരു നടപടിയാണ് സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. താൻ ഈ ആരോപണം നിയമസഭയിൽ ഉന്നയിച്ചാൽ കൃത്യമായും അത് മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ടി വരും. പക്ഷേ മറുപടി പറയാൻ മുഖ്യമന്ത്രിക്ക് കഴിയാത്തത് കൊണ്ടാണ് സ്പീക്കർ ഇടപെട്ട തന്നെ തടഞ്ഞതെന്നും മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഇനി മുഖ്യമന്ത്രിയുടെയും വ്യവസായ മന്ത്രിയുടെയും അടക്കം പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ വരാനുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു ആരോപണം മാത്യു കുഴൽനാടൻ ഉന്നയിക്കുന്നു. നേരത്തെ പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ കുറ്റവാളി മുഖ്യമന്ത്രിയാണെന്ന് നേരത്തെ പ്രതിപക്ഷ നേതാവും പറഞ്ഞിരുന്നു. ഈ കേസിൽ ഇപ്പോൾ മാത്യു കുഴൽനാടനും ആ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഒപ്പം മുഖ്യമന്ത്രി ഇടപെട്ടു എന്ന് തെളിയിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ ഇപ്പോൾ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. വേണു, ശരി. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. CMRL-ന് അനുകൂലമായി മുഖ്യമന്ത്രി നടത്തിയ ഇടപെടലുകളുടെ രേഖകൾ സഹിതമാണ് ഇന്ന് കുഴൽനാടൻ ആരോപണം ഉന്നയിച്ചത്.